Hello friends, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ട് ആണ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ആൾക്കാർ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് തേർഡ് പാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പം അത് നമ്മൾ ചെയ്യുന്ന മെയിൻ ആയിട്ട് ഏറ്റത്തെ എങ്ങനെ വണ്ടി ഓടിക്കാം അതൊക്കെ കുറിച്ചാണ് കൂടുതൽ ഇന്നത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ. അപ്പോൾ തേർഡ് പാർട്ട് ആണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ആണെങ്കിൽ എനിക്ക് ഈ തേർഡ് പാർട്ട് ചെയ്യാൻ ഇപ്പോൾ തോന്നാൻ കാരണം കുറേ ആയി കമൻറ്റുകൾ വരുന്നു. പക്ഷേ നമുക്ക് ചെയ്യാൻ അതിൻ്റേതായിട്ടുള്ള പിന്നെ ഇഷ്ടം തോന്നണം. അതിപ്പോൾ തോന്നാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഈ കഴിഞ്ഞ ദിവസം കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് വന്നു. എനിക്ക് കാറില്ല, ഡ്രൈവിംഗ് അറിയത്തില്ല, പക്ഷേ എന്നാലും ഇത്താടെ തേർഡ് പാർട്ട് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്ന് ഒരുപാട് 1-2 വട്ടം പുള്ളിക്കാരത്ത് ഇങ്ങനെ മെസ്സേജ് അയച്ചു. അപ്പോൾ എനിക്ക് എന്തോ അത് കണ്ടപ്പോൾ അന്ന് തന്നെ എനിക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് പറ്റിയില്ല. ഇന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ വീഡിയോ ചെയ്യുക. ആ പുള്ളിക്കാരത്തി കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് താങ്ക്സ്. തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, കമൻറ്റുകളും അയക്കുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബും ലൈക്കും കുറഞ്ഞു പോകുന്നു. അത് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും നിങ്ങൾ മറക്കരുത്. മറന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാനും ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് കുറച്ച് ദൂരമായിട്ട് നല്ലൊരു ഏറ്റമുണ്ട്. അപ്പം ഏറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ വണ്ടി ഏറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും ഒരു ടെൻഷനാണ്, എന്ത് ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ചുള്ള ടിപ്സുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പം നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ അന്നേരം കുറച്ച് കാര്യങ്ങളിലൂടെ എനിക്കറിയാവുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളിലൂടെ പറഞ്ഞു തരാം. അപ്പം നിങ്ങൾ ലൈക്ക് അടിക്കുക, നമുക്ക് വീഡിയോ കാണാം. അപ്പം നമുക്ക് കുറച്ച് ദൂരം ഒന്ന് ഡ്രൈവ് ചെയ്ത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കാര്യങ്ങൾ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് മാസ്ക് ഇടണം. പിന്നെ നമ്മുടെ ബെൽറ്റ് ഇടണം. അത് ആരും മറക്കരുത്. ബെൽറ്റും ഇട്ടു. അപ്പം നമുക്ക് കറക്റ്റാണ് എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് വരുത്തണം. കറക്റ്റാണെന്നുള്ള ഒരു ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ഹാൻഡ് ബ്രേക്ക് എടുക്കാം. ഹാൻഡ് ബ്രേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ ഹാൻഡ് ബ്രേക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വണ്ടിക്കും ഒരേപോലെയല്ല ഹാൻഡ് ബ്രേക്ക് കൊടുത്തേക്കുന്നത്, പല രീതിയിൽ. അപ്പം ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 2, 3, 4 വണ്ടിയോളം പല രീതിയിൽ ഓടിച്ച് കാണിച്ചു. അപ്പം എല്ലാ വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരാൾക്ക് ഒന്ന് ഡ്രൈവിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്തവർക്കും ഡ്രൈവിങ് എന്തുവാ എന്ന് പഠിക്കാൻ പറ്റും. എൻ്റെ ഒരു 3-4 വീഡിയോ 4-5 വീഡിയോ ഞാൻ ഡ്രൈവിങ്ങിൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പം ഒന്നും അറിയാത്തവർക്കും ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പഠിക്കാൻ പറ്റുമെന്നുള്ളത് കാര്യത്തിൽ ഉറപ്പാണ്. അപ്പം ഇതിലും പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് ഡിഫറെൻ്റ് ആണ്. അപ്പം നമുക്ക് ഹാൻഡ് ബ്രേക്ക് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ഇങ്ങനെ നമ്മൾ താത്ത് വിട്ട് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് പോയി. ഹാൻഡ് ബ്രേക്ക് എടുത്തിട്ടുണ്ട്. നമുക്കിനി വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ചാവി ഇട്ടു, വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം നമ്മുടെ വണ്ടി ന്യൂട്രലാണ് കിടക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റിലാകണമെങ്കിൽ നമ്മുടെ ഇടത്തോട്ട് പിടിച്ചിട്ട് ഫസ്റ്റ് ഇട്ടു. അപ്പം നമ്മൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ കണ്ടിട്ട് ഈ വീഡിയോ കാണാവൂ. അപ്പം നമ്മുടെ ഫസ്റ്റ് വണ്ടി ഇട്ടു. ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞു. അപ്പം നമുക്ക് വണ്ടി എടുത്താലോ? ഹാൻഡ് ബ്രേക്ക് എടുത്തതിന് ശേഷം ഫസ്റ്റ് ഇട്ടു. നമുക്കിനി വണ്ടി എടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരമുണ്ട് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട്. അപ്പം നമുക്ക് ചവിട്ടി സെക്കൻഡ് ഇട്ടു. നമ്മുടെ റോഡിൻ്റെ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് വേണം നമുക്ക് വണ്ടി ഓടിക്കാൻ. എപ്പോഴും നമ്മൾ റോഡിൽ ശ്രദ്ധിച്ച് തന്നെ നമ്മുടെ വണ്ടി ഓടിക്കുക. ഞാൻ സെക്കൻഡിലാണ് വണ്ടി കിടക്കുന്നത്. ഈ ഏറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ലൊരു ഏറ്റം തന്നെയാണ്. നല്ല ഏറ്റം എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല കുത്തനെ ഏറ്റമാണ്. അപ്പം നമുക്ക് സെക്കൻഡിൽ ഫസ്റ്റ് വണ്ടി കയറി പോകാം. നമുക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാൽ വണ്ടിയുടെ ആ ഒരു ഇത് കുറയും എന്ന് നോക്കാം. നമ്മൾ അത്യാവശ്യം നന്നായിട്ട് സ്പീഡിൽ തന്നെ പോകണം. വണ്ടി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നിന്നു പോകും. വേറെ വണ്ടിയും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സെക്കൻഡിൽ തന്നെ നമ്മുടെ വണ്ടി കയറി വന്നിട്ടുണ്ട്. നന്നായിട്ട് കാല് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി സെക്കൻഡിൽ തന്നെ കയറി വരും. ഇപ്പം നമ്മൾ വീണ്ടും ചവിട്ടി തേർഡ് ഗിയർ ഇട്ട് കഴിഞ്ഞു. ഇവിടെയൊക്കെ തേർഡ് ഗിയറിൽ പോകാൻ പറ്റും, പക്ഷേ നന്നായിട്ട് സ്പീഡ് കൂട്ടി കൊടുക്കണം. ഏറ്റമായതുകൊണ്ട് വണ്ടി ഇതായിട്ടുണ്ട്. നമ്മൾ സെക്കൻഡ് ഇട്ടു. വണ്ടി പതുങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സെക്കൻഡും ഇട്ട് കഴിഞ്ഞു.
നമ്മളിപ്പോൾ സെക്കൻഡിലാണ് ഈ ഏറ്റം കയറുന്നത്, ഏത് സമയത്തും ഈ വണ്ടി പതുങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഗിയറിലേക്ക് ചേഞ്ച് ചെയ്യണം. അതാണ് ഒരു ഡ്രൈവറിൻ്റെ പ്രത്യേകത. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്തവർക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് സെക്കൻഡിൽ കയറി വരാൻ വലിയ ബുദ്ധിമുട്ടായി പോകും. ഇത്രയും നേരം എന്നും പറഞ്ഞാൽ നല്ലൊരു ഏറ്റമാണ് കയറി വന്നത്. അപ്പം ഇവിടേക്ക് നമുക്ക് സെക്കൻഡേ പോകാൻ പറ്റും. അപ്പോൾ റോഡ് വളരെ മോശമായത് കാരണം നമുക്ക് സെക്കൻഡിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ. നന്നായിട്ട് ചവിട്ടി പോകേണ്ട സ്ഥലങ്ങളിലെല്ലാം നമ്മൾ, റോഡ് അല്പം മോശമാണ് നമ്മുടെ. വളവ് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഓണടിച്ച് തന്നെ പോകണം. അല്ലാതെ നമുക്കറിയാം കുഴപ്പമില്ല, വണ്ടി വന്നാൽ ശ്രദ്ധിക്കാൻ പറ്റുമോ എന്നൊന്നും നമ്മൾ ആലോചിക്കരുത്. നമ്മൾ നന്നായിട്ട് തന്നെ നമ്മൾ ഓണടിച്ച് തന്നെ പോകാൻ ശ്രമിക്കുക. നമ്മൾ നല്ലൊരു ഇറക്കമാണ് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത്. നല്ലൊരു ഇറക്കം എന്ന് പറഞ്ഞാൽ കുത്തനെ കിടക്കുന്ന ഒരു ഇറക്കം. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് വണ്ടി ഓഫ് ചെയ്തിട്ട് ഇറക്കം ഇറങ്ങുന്നത്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അത് ഭയങ്കര ആപത്താണ്. നമ്മൾ വണ്ടി ഓൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ വേണം നമ്മൾ ഇറക്കമൊക്കെ ഇറങ്ങാൻ. അതുപോലെ ക്ലച്ച് ഫുള്ള് ചവിട്ടിക്കൊണ്ടും ഇറക്കം ഇറങ്ങാൻ പാടില്ല. ക്ലച്ച് ഫുള്ള് ചവിട്ടി കഴിഞ്ഞാൽ ക്ലച്ച് കരിഞ്ഞു പോകും. അപ്പം നിങ്ങൾക്ക് ആ ഒരു രീതിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം നമുക്ക് പോകാം. നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, നല്ലൊരു ഇറക്കമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനിയാണ് നമ്മൾ പറഞ്ഞ ഇറക്കത്തോട്ട് നമ്മൾ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ് വണ്ടി പോകണ്ടേ എന്നാണ് നോക്കുന്നത്. കണ്ടോ? ബ്രേക്കിൽ ചെറുതായിട്ട് കാല് വയ്ക്കുക. അല്ലാതെ നമ്മൾ ഫുള്ള് ബ്രേക്കിൽ കാല് വെച്ചിട്ടില്ല. ബ്രേക്കിൽ കാല് കൊടുക്കരുത്. നമ്മൾ ചെറുതായിട്ട് ആവശ്യം വന്നാൽ മാത്രം നമുക്ക് ബ്രേക്ക് ഉപയോഗിച്ചാൽ മതി. നല്ലൊരു ഇറക്കമാണ്. ആ ഇറക്കത്താണ് വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സെക്കൻഡിലാണ് ഗിയറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വലിയൊരു ഇറക്കവും ഇറങ്ങിക്കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഏറ്റം എങ്ങനെ നമ്മൾ ക്ലിയർ ചെയ്യാമെന്നും കൂടെ, നമുക്ക് ഒരു സിമ്പിളായിട്ട് എങ്ങനെ കയറി വരാമെന്നും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. ഇത്രയും നേരം വന്നു ഇറക്കം ഇറങ്ങി. ഇനി നമ്മൾ വണ്ടി തിരിക്കാൻ പോകണം. അപ്പം നിങ്ങൾക്ക് റിവേഴ്സ് ഗിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ വലത്തേ സൈഡ് വന്നിട്ട് നമ്മൾ താഴോട്ടാക്കുന്നതാണ് റിവേഴ്സ് ഗിയർ. അപ്പം നമ്മൾ ചെറുതായിട്ട് നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുത്തു. നമുക്ക് എങ്ങോട്ടാണോ വണ്ടി തിരിക്കേണ്ടത് ആ ലെവലിൽ വണ്ടി അപ്പോൾ റിവേഴ്സ് ഗിയർ എടുക്കാമെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട്. അപ്പം ഞങ്ങൾക്ക് ഒരു കോള് വന്നില്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് റിവേഴ്സ് ഗിയർ എടുക്കാമായിരുന്നു. അപ്പം നമ്മളിപ്പോൾ ഫസ്റ്റ് ഇട്ട് വണ്ടി എടുത്തു കഴിഞ്ഞു. വണ്ടി ഒന്ന് മൂവായി. നമ്മൾ സെക്കൻഡ് ഇട്ടു. സെക്കൻഡ് ഇട്ട് ഭയങ്കര ഓരോ ഏറ്റമാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഒരു കാരണവശാലും ഈ ഏറ്റം നമ്മൾ സെക്കൻഡിൽ കയറാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ വണ്ടി ഇടഭാഗത്ത് ചെല്ലുമ്പം നിങ്ങൾ ആ ഏറ്റം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നന്നായിട്ടുള്ള ഒരു ഏറ്റമാണ്. അപ്പം നമ്മുടെ വണ്ടി സെക്കൻഡിൽ കയറത്തില്ല. വണ്ടി പതുങ്ങി തുടങ്ങും. അപ്പം എന്ത് ചെയ്യണം? നമ്മൾ ചവിട്ടി ഫസ്റ്റ് ഇട്ടു. അപ്പം നമ്മൾ ഫസ്റ്റ് ഇട്ട് നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞു. നമ്മൾ ചവിട്ടി കൊടുത്തു, ഫസ്റ്റ് ഇട്ട് നമ്മൾ വണ്ടി എടുത്ത് കാല് കൊടുത്ത് ചവിട്ടി കയറ്റി വണ്ടി. എന്നിട്ട് ലെവൽ വന്നപ്പോൾ സെക്കൻഡ് ഇട്ടു. സെക്കൻഡിലിനി നമുക്ക് ഈ ചെറിയൊരു ചെറിയ ഏറ്റം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് സെക്കൻഡിൽ കയറാൻ പറ്റും. ഹോൺ അടിക്കുക. നന്നായിട്ടുള്ള ഇറക്കം തന്നെയാണ് ഈ പോകുന്നത്. അപ്പം നമ്മൾ ബ്രേക്കിൽ ജസ്റ്റ് ഒന്ന് കാല് ടച്ച് ചെയ്തോണം.
ഡ്രൈവിംഗ് സ്കൂളുകളിൽ പോലും എല്ലാം ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരത്തില്ല. പല സാറന്മാരായിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഡ്രൈവിംഗ് സ്കൂളിൽ പറഞ്ഞു തരണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ട ഡ്രൈവിംഗ് പഠിക്കണം എന്ന താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു പ്രയോജനം തന്നെയാണ്. നമ്മൾ ഒരുപാട് വീഡിയോസ് കാണുന്നത് നല്ലതാണ്. വീഡിയോ കണ്ട് ഡ്രൈവിങ്ങിന് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് കാണുക. വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ കുറച്ചൊക്കെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഒഴിവാക്കി നമുക്ക് നല്ലൊരു ഡ്രൈവറായി മാറാൻ പറ്റും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് നല്ലൊരു ഏറ്റം. അപ്പം നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് വണ്ടി അങ്ങ് നിന്ന് പോവുക. അപ്പം നമ്മൾ എങ്ങനെ നമ്മൾ അവിടുന്ന് വണ്ടി എടുക്കാൻ പറ്റും എന്നതാണ് നമ്മൾ അടുത്ത മെസ്സേജ് തരുന്നത്. അപ്പം നമുക്ക് അതൊന്ന് നോക്കിയാലോ. ഒരേറ്റം. അപ്പം നമ്മൾ വണ്ടി ഇടയ്ക്ക് വെച്ച് അങ്ങ് ഓഫായി പോവുക, അല്ലെങ്കിൽ വണ്ടി അങ്ങ് നിന്നുപോയി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഇതായി. അപ്പം നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്ക് മുമ്പോട്ട് പോകാം. ഫസ്റ്റ് ഇട്ട് നമ്മൾ വണ്ടി എടുക്കുക. നമ്മുടെ വണ്ടി ന്യൂട്രലാണ് കിടക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ഇടണമെങ്കിൽ നമ്മൾ ഇടത്തോട്ട് തിരിച്ച് മുകളിലോട്ടിട്ട് ഫസ്റ്റ് ഇട്ടിട്ട് ഈ ഏറ്റം നമുക്ക് കയറിപ്പോകാം. വണ്ടി ഒന്ന് മൂവ് ആയാൽ നമുക്ക് സെക്കൻഡ് ഇടാം. വണ്ടി ഒന്ന് മൂവ് ആയിട്ടുണ്ട്, നമുക്ക് സെക്കൻഡ് ചവിട്ടി ഇടാം. ഇട്ടതിന് ശേഷം നമുക്ക് വണ്ടി ആക്സിലേറ്റർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ബ്രേക്കിലും ക്ലച്ചിലും കാല് ചവിട്ടിയിട്ടില്ല. വണ്ടി പതുങ്ങുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ട്, ക്ലച്ചും ഫുള്ള് ചവിട്ടിയിട്ടുണ്ട്. വണ്ടി നിന്നുപോയി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ക്ലച്ച് ഫുള്ള് ചവിട്ടിയിട്ടുണ്ട്, ബ്രേക്കിലും കാല് കൊടുത്തിട്ടുണ്ട്. ചില ആൾക്കാർ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ച് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യാത്തവർ ബ്രേക്കിൽ ചെറുതായിട്ട് കാല് ചവിട്ടി, ചെറുതായിട്ടല്ല നന്നായിട്ട് ചവിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഇട്ടു. ഇനി നമ്മൾ ക്ലച്ചിൽ നിന്ന് കാല് ചെറുതായി റിലീസ് ചെയ്തു. നമ്മൾ വണ്ടി ഒട്ടും ബാക്കിലോട്ട് പോകരുത്, നമ്മുടെ വണ്ടി ഫ്രണ്ടിലോട്ട് പോകണം. അപ്പം നമ്മൾ ഫസ്റ്റ് ഇട്ട് വണ്ടി എടുത്തു. ഇത്രയും വലിയൊരു തേരിയാണ് നമ്മൾ അങ്ങനെ എടുത്തേക്കുന്നത്. ഹോൺ അടിക്കാൻ മറക്കരുത്. നമ്മുടെ വലിയ വളവാണ്, തേരിയാണ്. ഹോൺ അടിച്ച് ഇനി നമുക്ക് സെക്കൻഡ് ഇടണം. ചവിട്ടി ക്ലച്ച് നന്നായിട്ട് ചവിട്ടി സെക്കൻഡും ഇട്ടു. നമുക്കിവിടെ ഇട്ട് വണ്ടി തിരിച്ചു പോയാലോ. ഇപ്പം നമുക്ക് എങ്ങനെ ഇവിടെ ഈ ഒരു റോഡിലിട്ട് വണ്ടി തിരിക്കാമെന്ന് നോക്കാം. ഇപ്പോൾ വണ്ടി വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തി. അപ്പം നമുക്ക് എങ്ങനെ വണ്ടി റിവേഴ്സ് ഇട്ട് നമുക്ക് എടുക്കാമെന്നാണ് നോക്കുന്നത്. ഇപ്പോൾ വണ്ടി നമുക്ക് ഫസ്റ്റ് നമ്മൾ ക്ലച്ച് ഫുള്ള് ചവിട്ടിയിട്ട് ബ്രേക്കിലും കാല് വെച്ചിട്ടുണ്ട്, റിവേഴ്സ് ഗിയർ ഇട്ടു. ബാക്കി വണ്ടി വരുന്നുണ്ട്. നമ്മൾ ഗ്ലാസ് അത്യാവശ്യം നമ്മൾ ഉറപ്പായിട്ടും ഗ്ലാസ്സുകൾ ശ്രദ്ധിക്കണം. റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ ഗ്ലാസ്സുകൾ ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്ക് അല്പം വണ്ടി ബാക്കിലോട്ട് എടുക്കാം. ബാക്കിലോട്ട് എടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് ഇട്ട് വണ്ടി ഇതേ നോക്കിക്കേ, ആ സ്ഥലത്തോട്ടാണ് നമ്മൾ വണ്ടി തിരിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ വണ്ടി തിരിച്ചു കൊടുക്കുക. ഇവിടെ സ്റ്റിയറിങ് ഫുള്ള് നമ്മൾ ഒടിച്ചതിന് ശേഷം സ്റ്റിയറിങ് ഫുള്ള് ഒടിച്ചിട്ടാണ് നമ്മൾ ആ വളവ് തിരിച്ചെടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് ഇടണം. നമ്മളിങ്ങനെ ഒടിച്ചെടുത്ത നമ്മളൊരു അത്ര അറിയാത്തവരാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഈ ഒരുപാട് തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് ഇങ്ങനെ ഒന്ന് ഒടിച്ച് പഠിക്കുക. നമ്മളിപ്പം റിവേഴ്സ് എടുക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് വണ്ടിയുടെ ആ ടയർ മാത്രം ജസ്റ്റ് ഒന്ന് നിൽക്കുന്ന സ്ഥലമേ ചിലപ്പം ജസ്റ്റ് ഒന്ന് കാണത്തുള്ളൂ. അവിടെ നമുക്ക് ആ വണ്ടി ഒന്ന് തിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റിയറിങ് ഫുൾ ഒടിക്കുക. ഒടിച്ചതിന് ശേഷം മാത്രം നമ്മൾ വണ്ടി തിരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും സ്പേസ് കിട്ടത്തില്ല. നമ്മൾ നല്ലൊരു ഏറ്റമൊക്കെ കണ്ടു വീഡിയോ. ഇനിയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പം നമ്മൾ അടുത്ത പാർട്ടിൽ ചെയ്യുന്നതായിരിക്കും.
പാർട്ട് 3 ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ അതും തീർച്ചയായിട്ടും കമൻറ്റിൽ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ അതും കമൻറ്റിൽ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണണം, അഥവാ ഈ ഒരു വീഡിയോ മാത്രം കാണാനിരിക്കരുത്, എൻ്റെ പഴയ വീഡിയോയും കൂടെ കാണണം. 2-3 പാർട്ട്, ഫസ്റ്റ് സെക്കൻഡും പാർട്ട് കണ്ടിട്ടേ തേർഡ് പാർട്ട് കാണാവൂ. എന്നാലേ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊന്നും മനസ്സിലാകത്തുള്ളൂ. ഒന്നും അറിയാത്തവർക്ക് എൻ്റെ കാറിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും കാറിനെക്കുറിച്ച് മനസ്സിലാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യരുത്, തീർച്ചയായിട്ടും കാണുക. അപ്പോൾ നമുക്ക് അടുത്ത എന്തെങ്കിലും ഇനിയും വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയറും ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത ഇനി ഓഫ് റോഡ് ചെയ്യാൻ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്. എല്ലാം റെഡിയായി വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ഉടനെ ഓഫ് റോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഒക്കെ വേണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.